ഈ റഡാർ സിഗ്നലിൽ ഒരു വിമാനം പോയതിന്റെ ആ രേഖപ്പെടുത്താറുണ്ടല്ലോ. ആ വിവരങ്ങൾ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്, ഒരു സംഘടനയാണ്. അവരിത് പുറത്തു വിട്ടു. അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുർക്കിയുടെ ചരക്ക് വിമാനം പാകിസ്ഥാനിൽ വന്നിട്ടുണ്ട്. തുർക്കി അപ്പം മിണ്ടിയില്ല. ഇപ്പം മിണ്ടിയിട്ട് പറയാണ് സംഭവം പോയത് ശരിയാണ്, പക്ഷേ ഞങ്ങൾ ചെന്നിട്ട് അവിടെ ഇന്ധനം നിറച്ചിട്ട് അപ്പോൾ തന്നെ അവിടുന്ന് പോയി എന്നുള്ളതാണ്. ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിച്ച ഇത്തരം വാർത്തകളോട് തൽക്കാലം പ്രതികരിക്കാൻ സൗകര്യമില്ല എന്നാണ് തുർക്കിയിലെ വാർത്താ വിതരണ മന്ത്രാലയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ എർദോഗനുമായിട്ട് മോദി കൈയൊക്കെ കൊടുക്കുന്ന ചിത്രങ്ങളൊക്കെ അതൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഈ ബോധോദയം ഉണ്ടാകുന്നത്. ഇന്ത്യയുമായിട്ട് ഇനി അത്ര രസക്കേടിൽ പോയാൽ അത്ര പന്തിയല്ല എന്ന് തുർക്കിക്ക് മനസ്സിലാവും. അത് മാത്രമല്ല തുർക്കി ഇപ്പൊ അമേരിക്കയുടെ ശത്രുപക്ഷത്താണ്. ട്രംപ് തുർക്കിക്കിട്ടും പണി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ ഇന്ത്യയെ പിണക്കാതിരിക്കുക എന്നുള്ളതാണ് തുർക്കിക്ക് അഭികാമ്യം. അപ്പൊ ആ ഒരു സമയത്തായിരിക്കണം ഇങ്ങനെ ഒരു ബോധോദയം തുർക്കിക്ക് ഉണ്ടായതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത് മാത്രമല്ല, അപ്പൊ തുർക്കി പറയുന്നു ഞങ്ങൾ ആയുധങ്ങൾ കൊടുത്തിട്ടില്ല, പക്ഷേ ഇന്ത്യ വെടിവെച്ചിട്ട ഡ്രോണുകളിൽ തുർക്കി ഡ്രോണുകൾ ഉണ്ടായിരുന്നു. അത് എവിടുന്ന് വന്നു? അത് മാജിക് ആയിരിക്കും. ഇന്ത്യ ചൈനയും ഇതേപോലെ രഹസ്യമായിട്ട് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊണ്ട് കൊടുത്തു. PL-15 എന്ന് പറയുന്ന ദീർഘദൂര മിസൈല് ഇന്ത്യ അതും വെടിവെച്ചിട്ടുണ്ട്. പക്ഷെ ചൈന ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ മിസൈൽ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടെന്ന്. പണ്ടേ കൊടുത്തതായിരിക്കും, പൊടി തട്ടി എടുത്തതായിരിക്കും.